ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമില്ല, ഇന്ന് മട്ടൻ വെജിറ്റബിൾ പുലാവാണ് കേട്ടോ. മട്ടൻ ഷവായി ആക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ വെക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് നേരെ അടുപ്പിലോട്ടൊന്ന് പുഴുങ്ങാൻ വെക്കണം. മട്ടൻ പുഴുങ്ങി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കതിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, കുറച്ച് മട്ടൻ മസാല ഇട്ട് കൊടുക്കുക, ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഇനി അതിലോട്ട് നമുക്കിനി ചെയ്യാനുള്ളത് കുറച്ച് ഉള്ളി വേണം, തക്കാളി വേണം, ഇഞ്ചി വേണം, പാകത്തിന് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കനാരങ്ങ, ക്യാപ്സിക്കം, ഏലക്ക, പട്ട, ഗ്രാമ്പ്, ഉള്ളി, ഇതെല്ലാം കൂടെ ഞാൻ പുഴുങ്ങുന്ന മസാലയിൽ കൂടെ ഒരുമിച്ചിട്ടു. ഇതൊരു 3/4 മണിക്കൂർ വേവണം കേട്ടോ. അതിലേക്ക് ഞാൻ ഒന്ന് അടച്ചു വയ്ക്കാം. മട്ടൻ സൈഡിൽ കിടന്ന് വേവുന്നുണ്ട്, കണ്ടില്ലേ. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ഓയിലിലേക്കും. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് റൈസിൻ്റെ പണിയാണ്. റൈസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വെജിറ്റബിൾ. അതിലേക്ക് ഞാൻ ബീൻസ്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, ഉള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിയും കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്ക, പട്ട, ഇങ്ങനെയുള്ള സാധനങ്ങൾ. നേരെ ഇനി ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ്. അതിലേക്ക് ഞാൻ ചെമ്പിൽ എണ്ണ ഒഴിക്കുക. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇട്ടൊന്ന് വശക്കുക. പിന്നെ ഏലക്ക, ഗ്രാമ്പും ഉണ്ട്. ഇത് ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഒന്ന് ഏകദേശം ഒരു ചെറിയ വാടലായിട്ടുണ്ട്. അതിലോട്ടൊരു വെജിറ്റബിൾ മാഗി ഇട്ടിട്ടുണ്ട് കേട്ടോ, മാഗി ക്യൂബ്സ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടെ അതിൽ കൂടെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, പിന്നെ കൂസ എന്ന് പറഞ്ഞ ഒരു പച്ചക്കറി ഉണ്ട്, ഗൾഫിലുള്ളതാണ് കേട്ടോ. അതും കൂടെ ഇട്ട് നമുക്ക് വശക്കുക. വശിക്കതിന് ശേഷം നമുക്കിനി അരിക്ക് കണക്കാക്കിയുള്ള വെള്ളം നമുക്ക് ഒഴിക്കണം. ഒരു പാട്ടയ്ക്ക് 2 പാട്ട വെള്ളമാണ് അളവ്. ആ കണക്കാക്കി ഒഴിക്കുക. ഇനി ഒന്ന് തിളച്ച് കിട്ടണം. പാകത്തിന് ഉപ്പിടുക. ഇനി അടുത്ത് അതിൽ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കഴുകി വെച്ച അരി നമുക്ക് അതിൽ കൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം കണക്കാക്കി വെച്ചിട്ടുണ്ട്. കണക്കിന് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അരിക്ക് കണക്കാക്കി വെച്ച് ചെറിയ തീയിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വെന്തോളും. നേരെ നമുക്ക് മട്ടൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമുക്ക് ചോറ് ആ വെള്ളത്തിൽ കണക്കാക്കി ഞാൻ അരിയിട്ടു. ചോറായി, കണ്ടില്ലേ. വെജിറ്റബിൾ പുലാവ് കണ്ടില്ലേ. ചോറ് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയൊന്നും നമുക്ക് ദമ്മിടണം. അലുമിനിയം ഫോയിൽ എടുക്കുക. ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. അപ്പോൾ നല്ല പരുവത്തിന് ചോറായി വരും. അപ്പം നമുക്ക് ആട് റെഡി ആയിട്ടുണ്ട്. അതിനെ നമുക്ക് പുറത്തെടുത്ത് നമുക്ക് ഓവനിലോട്ട് വെച്ച് ഒന്ന് ചൂപ്പിച്ചെടുക്കണം. ഓവനിൽ വയ്ക്കാനാണ്, ഷവായി മോഡലിൽ ഒന്ന് ചൂപ്പിച്ചെടുക്കണം. ഇവിടെ മലയാളിക്കൊക്കെ ആട് നല്ല വൃത്തി ചൂപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം കൂടുതൽ. നമുക്ക് വേണമെങ്കിൽ ഈ ആടിൻ്റെ കൂടെ തന്നെ നമുക്ക് അരി ഇട്ടെടുക്കാം. അത് വേറൊരു ടൈപ്പാണ്. ഇപ്പം ഞാനിത് സോസൊക്കെ ഒഴിച്ചിട്ട് ആടിനെ ഞാൻ നേരെ ഓവനിലോട്ട് കയറ്റി. അപ്പോൾ ആട് റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ചുവപ്പിച്ചെടുത്തിട്ടില്ലേ. നമുക്ക് ചോറിനെ ഒന്ന് സെറ്റ് ചെയ്യണം പാത്രത്തിലോട്ട്. മട്ടനും പുലാവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് മട്ടൻ വെജിറ്റബിൾ പുലാവാണ് കേട്ടോ.
നമുക്ക് അതിൻ്റെ മീതെ നമുക്ക് മട്ടനും കൂടെ ഒന്ന് പറക്കി വയ്ക്കാം. കണ്ടില്ലേ, ഒരു കാലും ഒരു പള്ള ഭാഗമാണ് ഇന്നത്തെ മട്ടൻ്റെ പീസ്. അറബിയിൽ റജിൽ കാലെന്ന് പറയും, ജമ്പ് എന്ന് പറയുന്നത് പള്ള. 2 പീസാണ് ഞാൻ ഇന്ന് കുക്കിങ്ങിനായിട്ട് എടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ സ്പെഷ്യലാണ്. കുറച്ച് മല്ലിയിലൊക്കെ കൂടെ ഒന്ന് ഡെക്കറേഷനായിട്ടങ്ങ് മീതെ തൂറ്റിയിട്ട് കൊടുക്കുക. ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.